ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിലുള്ള കൂടിക്കാഴ്ച അത് ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിൽ പുതിയ സൗഹൃദത്തിന്റെ വാതിൽ തുറന്നിരിക്കുകയാണ്. നമുക്കറിയാം, വലിയ അസ്വാരസ്യങ്ങൾ ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ നിലനിന്നിരുന്നതാണ്. ഇപ്പോൾ അത് ഒരൊറ്റ കൂടിക്കാഴ്ചയിൽ തന്നെ വ്യാപാര കരാറിന്റെ അന്തിമ ധാരണയിലേക്ക്, ആ കൂടിക്കാഴ്ചയിലൂടെ ഒരു അന്തിമ ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നലത്തെ കൂടിക്കാഴ്ചയിൽ സംഭവിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, അമേരിക്കയ്ക്കും ഒപ്പം തന്നെ ചൈനയ്ക്കും അനുകൂലമായിട്ടുള്ള തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് എത്താനും ഇരു രാഷ്ട്ര തലവന്മാർക്കും കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അമേരിക്കൻ പ്രസിഡന്റും ചൈനീസ് പ്രസിഡന്റും തമ്മിൽ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച സാധ്യമാകുന്നത്. ആ കൂടിക്കാഴ്ചയിലാണ് നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. കൊറിയയിൽ വെച്ചിട്ടാണ് ഇരു രാഷ്ട്ര തലവന്മാരും സംസാരിക്കുന്നത്. ഏതാണ്ട് 40 മിനിറ്റാണ് ഷീ ജിൻപിങ്ങും ഒപ്പം തന്നെ ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച ഉണ്ടായിരുന്നത്. ഇതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഇരു രാഷ്ട്ര തലവന്മാരും കൈകൊടുത്തു ചർച്ചയ്ക്ക് ശേഷം, കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കൈകൊടുത്ത് ഒരു ഊഷ്മളമായ സൗഹൃദത്തിന്റെ സൂചനകൾ നൽകിയെങ്കിലും പൊതുപ്രസ്താവന നടത്താതെ പിരിയുകയായിരുന്നു. ലോകത്തെ 2 വലിയ സാമ്പത്തിക ശക്തികൾ തമ്മിലാണ് വലിയ അഭിപ്രായ ഭിന്നതകളിലേക്കൊക്കെ കാര്യങ്ങൾ ഒരു ഘട്ടത്തിൽ നീങ്ങിയത്. ആ പ്രശ്നങ്ങൾ പറഞ്ഞവസാനിപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇരു രാഷ്ട്ര തലവന്മാരും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ചെയ്തിരിക്കുന്നത്. അതിനുള്ള ശ്രമം ഉണ്ടാകും എന്നത് ഷീ ജിൻപിങ് ഈ കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് തന്നെ സൂചിപ്പിച്ചിരുന്നതാണ്. അതുപോലെ തന്നെ ഫലവത്തായ ഒരു കൂടിക്കാഴ്ച ഇരു രാഷ്ട്ര തലവന്മാർക്കും ഇടയിൽ ഉണ്ടാവുകയും അവർ ഇരു രാഷ്ട്രങ്ങൾക്കും അനുകൂലമായ തരത്തിലുള്ള ചില സുപ്രധാന തീരുമാനങ്ങളിൽ എത്തുകയും ചെയ്തിരിക്കുന്നു. വ്യാപാര കരാർ സംബന്ധിച്ച് അന്തിമ ധാരണയാവുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഈ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഇന്നലെ ഉണ്ടായിരിക്കുന്നത് എന്നത് നമുക്ക് പരിശോധിക്കാം. അതിൽ ഈ 40 മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ചയിൽ തന്നെ ട്രംപ് തനിക്ക് അനുകൂലമാക്കി ഷീയെ വളച്ചെടുത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പരാമർശിക്കാൻ കഴിയും. അങ്ങനെ അമേരിക്കയ്ക്ക് വളരെ നിർണായകമായ ചില തീരുമാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നു എന്നതാണ് അങ്ങനെ ഒരു കാര്യത്തിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. അപൂർവ ഭൂമിധാതുക്കളുടെ കയറ്റുമതിയിൽ ചൈന ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഇളവ് ചെയ്യാനുള്ള തീരുമാനമാണ് അമേരിക്കയെ സംബന്ധിച്ച് ഇന്നലത്തെ കൂടിക്കാഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ റെയർ എർത്ത് കയറ്റുമതി നിരോധനം 1 വർഷത്തേക്ക് മരവിപ്പിക്കാം എന്നതാണ് ഷീ ഈ ചർച്ചയിൽ സംബന്ധിച്ചിരിക്കുന്നത്. 1 വർഷത്തേക്ക് ഇത് കയറ്റുമതിയിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം മരവിപ്പിക്കുന്നത് തന്നെ അമേരിക്കയെ സംബന്ധിച്ച് ഇപ്പോൾ വലിയ ആശ്വാസമാണ്. കാരണം കാർ മുതൽ വിമാനം വരെയുള്ള നിർമ്മാണത്തിനും പ്രതിരോധ മേഖലയിലുമൊക്കെ വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ് ഈ അപൂർവ ഭൂമിധാതുക്കൾ, റെയർ എർത്ത്സ്. അമേരിക്ക ആശ്രയിക്കുന്നത് അത് പ്രധാനമായും ചൈനയെ തന്നെയാണ്. അപ്പോൾ ആ കയറ്റുമതിക്കാണ് ചൈന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നത്. ഇത് അമേരിക്കയെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയിരുന്നു. അപ്പോൾ ഇതിൽ ഇളവുകൾക്ക് ചൈന ഉറപ്പ് നൽകിയതാണ് ഈ കൂടിക്കാഴ്ചയിലെ ഏറ്റവും അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടുള്ള സഹായകമായിട്ടുള്ള തീരുമാനം. അമേരിക്കയിൽ നിന്നുള്ള സോയാബീൻ ഇറക്കുമതിയിൽ ചൈന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഇതേ തുടർന്ന് സോയാബീൻ കെട്ടിക്കിടക്കുന്ന സാഹചര്യം അമേരിക്കയിൽ ഉണ്ടായിരുന്നു. വിലയിടിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളുമായി തന്നെ ഈ സോയാബീൻ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് ചില നീക്കുപോക്കുകൾ അമേരിക്ക തുടങ്ങിയിരുന്നു. കാരണം അത്ര വലിയ പ്രതിസന്ധി ചൈനയുടെ ഈ നീക്കം അവിടെ ഉണ്ടാക്കിയിരുന്നു. ചൈന ആയിരുന്നു അവരുടെ സോയാബീൻ കയറ്റുമതിയിൽ ഒരു പ്രധാനപ്പെട്ട ഇടം. അപ്പോൾ ആ നിയന്ത്രണങ്ങൾ നിർത്തിയതോടെ US ഇപ്പോൾ ആ നിയന്ത്രണങ്ങൾ നീക്കുന്നതോടുകൂടി തന്നെ അമേരിക്കയ്ക്ക് വലിയ ആശ്വാസം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. കഴിഞ്ഞ വർഷം മാത്രം 21 ലക്ഷം മെട്രിക് ടൺ സോയാബീനാണ് അമേരിക്കയിൽ നിന്ന് ചൈന ഇറക്കുമതി ചെയ്തിരുന്നത്. അപ്പോൾ അമേരിക്കയുടെ ഏറ്റവും വലിയ വിപണിയാണ് ആ തീരുമാനം. ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം അമേരിക്കയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരുന്നു. അപ്പോൾ അത് മാറുന്നു എന്നത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ ആശ്വാസമുണ്ടാകുന്നതാണ്. ഈ ബ്രസീൽ, അർജന്റീന എന്നിവിടങ്ങളിൽ നിന്ന് ചൈന ഇറക്കുമതി കുത്തനെ കൂട്ടിയിരുന്നു. അപ്പോൾ അതുമൊക്കെ അമേരിക്കയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടായിരുന്നതാണ്. ഈ സോയാബീൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ഇറക്കുമതി തുടരാൻ ചൈന സമ്മതം അറിയിച്ചത് US-ന് ഇപ്പോൾ വലിയ ആശ്വാസമായി മാറുന്നു. ഇനി ചൈനയ്ക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഇന്നലത്തെ ചർച്ചയിൽ ഉണ്ടായി എന്ന് നോക്കിയാൽ, ദീർഘനാളായി നിലനിന്ന US-ചൈന വ്യാപാര കരാർ
ഇതിലേക്ക് എത്തുന്നു എന്നത് ചൈനയെ സംബന്ധിച്ച് ആശ്വാസമാണ്. കാരണം അവരുടെ വിപണി സാധ്യതകൾ വിപുലീകരിക്കപ്പെടുകയാണ്. വ്യാപാര തർക്കങ്ങൾക്ക് താൽക്കാലിക വിരാമമാകുന്നു എന്നത് ചൈനയെ സംബന്ധിച്ച് ആശ്വാസമാണ്. ഈ ഡീൽ ഉറപ്പിക്കാൻ കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ചൈനയ്ക്കുമേൽ ഏതാണ്ട് 100 മുതൽ 155% വരെ തീരുവ വർദ്ധിപ്പിക്കും എന്ന ഒരു ഭീഷണി ഈ കൂടിക്കാഴ്ചകൾക്ക് മുമ്പ് തന്നെ ട്രംപ് ഉയർത്തിയിരുന്നതാണ്. അപ്പോൾ അതിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല എന്നതാണ് ചൈനയെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമാകുന്നത്. ആ വ്യാപാര തർക്കങ്ങൾക്ക് അല്ലെങ്കിൽ അധിക തീരുവ ഭീഷണിക്ക് തടയിടാൻ ഇന്നലത്തെ കൂടിക്കാഴ്ച കൊണ്ടായിരിക്കുന്നു. അതാണ് ചൈനയെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമാകുന്ന കാര്യം. ചൈനയ്ക്ക് മേൽ തീരുവ 57% നിന്ന് 40% കുറയ്ക്കാനുള്ള ഒരു തീരുമാനവും ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, അമേരിക്ക ഏറ്റവും ഉയർന്ന തീരുവ ചുമത്തിയിരുന്നത് ഇന്ത്യക്കും ബ്രസീലിനുമായിരുന്നു. ഏതാണ്ട് 50% തീരുവയാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അന്ന് ചൈനയ്ക്ക് ഇന്ത്യയേക്കാൾ തീരുവ കുറവായിരുന്നു. എന്നാൽ പിന്നീട് ഈ ഒരു പിഴ തീരുവ എന്ന നിലയിലാണ് ഇപ്പോൾ തീരുവ കൂട്ടുന്ന ഒരു തീരുമാനം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അത് 57%ത്തിലേക്ക്, ഇന്ത്യയെക്കാളും കൂടുതൽ തീരുവ എന്ന നിലയിലേക്ക് ഒരു ഘട്ടത്തിൽ തീരുവ ഉയർത്തുകയാണ് ചെയ്തിരുന്നത്. ആ തീരുവയാണ് ഇപ്പോൾ 57-ൽ നിന്ന് 10% കുറച്ച് 47-ലേക്ക് എത്തിക്കാം എന്നത് ഉറപ്പ് നൽകിയിരിക്കുന്നത്. എങ്ങനെയാണ് ഈ പിഴ തീരുവ എന്ന് പറഞ്ഞാൽ, ഈ മയക്കുമരുന്ന് കടത്ത് നടക്കുന്നു തെക്കൻ അമേരിക്കൻ രാഷ്ട്രങ്ങളിലൂടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചൈനയ്ക്ക് മേൽ ഇങ്ങനെ ഒരു അധിക തീരുവ അമേരിക്ക ചുമത്തുന്നത്. ഫെന്റാനിൽ കടത്ത് തടയാൻ ചൈന വേണ്ടത്ര നടപടി സ്വീകരിക്കുന്നില്ല എന്നതായിരുന്നു ട്രംപ് ചൂണ്ടിക്കാട്ടിയിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ അധിക തീരുവ ഏർപ്പെടുത്തിയിരുന്നത്. അതിലിപ്പോൾ ഒരു കുറവ് 10% കുറവ് വരുത്തിയിരിക്കുന്നു എന്നത് ചൈനയെ സംബന്ധിച്ച് ആശ്വാസമാണ്. ചൈനീസ് ഫെന്റാനിലിന് മേൽ ഏർപ്പെടുത്തിയിരുന്ന ഇറക്കുമതി തീരുവയാണ് 20-ൽ നിന്ന് 10% കുറച്ചിരിക്കുന്നത്. അപ്പോൾ ആകെയുള്ള തീരുവ 57-ൽ നിന്ന് 47% കുറയുകയും ചെയ്യും. എന്തായാലും വലിയ സൗഹൃദത്തിന്റെ സൂചനകളാണ് ട്രംപ് നടത്തിയത്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വലിയ സുഹൃത്താണ് ഷീ എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ട്രംപ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ മോദിയെ ഉൾപ്പെടെ സുന്ദരൻ എന്നൊക്കെ വിളിച്ച് പുകഴ്ത്തുന്ന ട്രംപിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ ചൈനയെ വരുതിക്ക് നിർത്താൻ അല്ലെങ്കിൽ ചൈനയെ അനുനയിപ്പിക്കാൻ വലിയ പ്രശംസാ വാക്കുകളും ഒപ്പം തന്നെ വലിയ സൗഹൃദത്തിന്റെ കാഴ്ചകളുമാണ് ട്രംപ് നൽകിയത്. അദ്ദേഹത്തിന്റെ പ്രതികരണം ഒന്ന് കാണാം. ഇപ്പോൾ ലഭ്യമല്ല. വലിയ സൗഹൃദത്തിന്റെ സൂചനകളാണ് ഇരു രാഷ്ട്രത്തലവന്മാരും പങ്കുവച്ചത്. ലോകത്തിന്റെ വലിയ 2 സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള ധാരണയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 2 വലിയ സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള വലിയ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്ന ഒരു ഘട്ടത്തിൽ നിന്നുമാണ് ഇപ്പോൾ വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുന്നു. ഒപ്പം തന്നെ ഇരു രാഷ്ട്രങ്ങൾക്കും അനുകൂലമാകുന്ന ചില സുപ്രധാന തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. തീരുവ യുദ്ധം തൽക്കാലം മരവിപ്പിക്കുന്ന തരത്തിലേക്ക് എത്തുന്നു. അധികമായി ഏർപ്പെടുത്തിയ തീരുവ 10% കുറയ്ക്കുന്നു. 155%ത്തിലേക്ക് ഉയർത്തും എന്ന തീരുവ ഭീഷണി ഒഴിവാകുന്നു. അതൊക്കെ ചൈനയെ സംബന്ധിച്ച് വലിയ ആശ്വാസമാകുന്ന കാര്യമാണ്. പക്ഷേ ഇതിൽ വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ കൂടി ഉണ്ട് എന്നത് നമ്മൾ കാണണം. അമേരിക്ക ഇന്ത്യക്ക് മേൽ വലിയ തീരുവ ഏർപ്പെടുത്തുന്നു. അത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ മേലുള്ള തീരുവ ഏതാണ്ട് 50% വരെ ഉയർത്തുന്ന സാഹചര്യമുണ്ടായത്. ബ്രസീലിനും ഇന്ത്യക്കുമാണ് ഏറ്റവും വലിയ തീരുവ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പോഴും ചൈനയുടെ തീരുവ 10% കുറയ്ക്കുമ്പോൾ ഇന്ത്യക്കും ബ്രസീലിനും തന്നെയാണ് ഏറ്റവും കൂടുതൽ തീരുവ. ഈ ഘട്ടത്തിൽ അമേരിക്കൻ തീരുവ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങാതെ ഇന്ത്യ മറ്റ് സാധ്യതകൾ തേടുന്നത് നമ്മൾ കണ്ടതാണ്. അമേരിക്കയുടെ തീരുവ ഭീഷണി നിലനിൽക്കുമ്പോൾ തന്നെ പ്രധാനമന്ത്രി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായും ഒപ്പം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും ഒക്കെ കൂടിക്കാഴ്ച നടത്തുകയും റഷ്യയുമായും ഒപ്പം തന്നെ ചൈനയുമായുള്ള ബന്ധങ്ങളും വ്യാപാര സാധ്യതകളുമൊക്കെ തേടുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അമേരിക്കയ്ക്കെതിരെ ഒരു പുതിയ ശാക്തിക ചേരി ഉടലെടുക്കുന്നു എന്ന സൂചനകൾ അന്ന് നൽകിയതാണ്. അത് അമേരിക്കയ്ക്കുള്ള മറുപടിയാണ് എന്നൊക്കെ നമ്മൾ വിലയിരുത്തിയ ഘട്ടമാണ്. അവിടെ നിന്ന് ഇന്ത്യയുമായുള്ള വ്യാപാര കരാർ സംബന്ധിച്ചുള്ള ചർച്ചകൾ അമേരിക്ക മുന്നോട്ട് കൊണ്ടുപോയി. അത് ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ് എന്ന സൂചന കഴിഞ്ഞ ദിവസം ട്രംപ് നൽകിയിരുന്നു. അപ്പോഴും അനാവശ്യമായ ചില
ഇടപെടലുകൾ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അത് ഇന്ത്യ എണ്ണ വാങ്ങൽ വെട്ടിക്കുറയ്ക്കുമെന്ന് മോദി ഉറപ്പു നൽകി എന്ന ഒരു പ്രഖ്യാപനം ആവർത്തിച്ച് ട്രംപ് നടത്തുന്നതാണ്. മറ്റൊന്ന്, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെട്ടു എന്ന അനാവശ്യമായിട്ടുള്ള ഒരു അവകാശവാദം ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ട്രംപുമായുള്ള കൂടിക്കാഴ്ച ഒഴിവാക്കുന്ന സമീപനം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ആസിയാൻ ഉച്ചകോടിക്കിടെ ഉണ്ടാകാമായിരുന്ന സ്വാഭാവികമായ കൂടിക്കാഴ്ച മോദി വേണ്ടെന്ന് വെച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയുമായുള്ള അത്തരം ചർച്ചകൾക്കുള്ള സാധ്യതകൾ ഒഴിവാകുകയും അതിന് മുമ്പ് തന്നെ ഇന്ത്യയുമായി ഒരു വ്യാപാര കരാറിൽ ഏർപ്പെടും മുമ്പ് തന്നെ ചൈനയുമായി അമേരിക്ക ഒരു വ്യാപാര കരാറിൽ ഏർപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. അത് ഇന്ത്യയെ സംബന്ധിച്ച് അത്ര ശുഭകരമായ സാഹചര്യം അല്ല ഉണ്ടായിരിക്കുന്നത്. നമ്മൾ അമേരിക്കയ്ക്ക് ബദലായി ചൈനയുമായി കൂടുതൽ അടുക്കുകയും അല്ലെങ്കിൽ അവിടെ വ്യാപാര ബന്ധങ്ങൾ ഏർപ്പെടുകയും അമേരിക്കയ്ക്ക് ഒരു ബദൽ എന്ന രീതിയിൽ മറ്റ് വ്യാപാര സാഹചര്യങ്ങളും സാധ്യതകളും ആരായുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ അമേരിക്ക ചൈന ബന്ധം വ്യാപാര രംഗത്ത് സുദൃഢമാകുന്നതും അവർ ഒരു അന്തിമ കരാറിലേക്ക് എത്തുന്നതും അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് കൂടുതൽ സമ്മർദ്ദങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. വളരെ സൂക്ഷ്മതയോടുകൂടി ആ സാഹചര്യങ്ങൾ ഇന്ത്യ നോക്കിക്കാണുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. വ്യാപാര കരാർ യാഥാർത്ഥ്യമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കുക എന്നത് തന്നെയാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പോലും പീയൂഷ് ഗോയലിന്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള പ്രതികരണങ്ങൾ നമ്മൾ കാണണം. ഭീഷണിപ്പെടുത്തി ഒപ്പിടിപ്പിക്കാനാകില്ല എന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇന്ത്യ വ്യക്തമാക്കിയതാണ്. അതിലേക്ക് നയിച്ചത് ട്രംപിന്റെ അനാവശ്യ അവകാശവാദങ്ങൾ എന്ന സാഹചര്യമാണ്. അപ്പോൾ ഇന്ത്യയുമായുള്ള വ്യാപാര കരാർ യാഥാർത്ഥ്യമാകാതെ തുടരുകയും അല്ലെങ്കിൽ അതൊരു പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്ന സാഹചര്യവും ചൈനയുമായി വളരെ പെട്ടെന്നൊരു കരാർ രൂപപ്പെടുകയും അതിന്റെ അന്തിമ ധാരണ എത്തുകയും ഒക്കെ ചെയ്യുന്നത് അത്ര ശുഭകരമല്ല നമ്മളെ സംബന്ധിച്ച്. എന്തായാലും മറ്റ് സാധ്യതകൾ തേടുക എന്നതാണ് ഇന്ത്യക്ക് മുന്നിലുള്ള കാര്യം. എന്തായാലും ഈ സാഹചര്യങ്ങൾ അതിസൂക്ഷ്മമായി ഇന്ത്യ വിലയിരുത്തുകയാണ്.